ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹോം ഡീപ്പ് ക്ലീനിങ് വീഡിയോ ആണ് കേട്ടോ. ഞാൻ മേക്ക് ഓവർ ചെയ്യണം എന്നൊക്കെയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ മേക്ക് ഓവർ ചെയ്യാൻ ഒന്നാമത് ഓർഡർ ചെയ്ത സാധനങ്ങൾ വന്നിട്ടില്ല. പിന്നെ അതിനുള്ള ആദ്യം ഒരു ക്ലീനിങ് ഒക്കെ ചെയ്തിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഹോസ്റ്റലിൽ നിന്ന് വീട്ടിലോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയുണ്ടാവും, എൻ്റെ ബിടെക് ലൈഫ് കഴിഞ്ഞു. 4 ഇയർ കംപ്ലീറ്റ് ചെയ്ത് ഞാൻ ഗ്രാജുവേറ്റ് ആയി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനി നെക്സ്റ്റ് പ്ലാൻ ചെയ്യുന്നതിന് മുന്നേ ഞാൻ വീട്ടിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഹോസ്റ്റലിലത്തെ എല്ലാ സാധനങ്ങളും വീട്ടിലോട്ട് കൊണ്ട് എൻ്റെ റൂമിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. എങ്ങനെയാണോ ഹോസ്റ്റലിൽ നിന്ന് കൊണ്ടുവന്നത് അതേപോലെയാണ് എൻ്റെ റൂമിലാണ് കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. ഒന്നും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഇതാണ് ഇപ്പോൾ എൻ്റെ കറൻ്റ്ലി റൂമിൻ്റെ അവസ്ഥ. ഇപ്പോൾ പുറത്ത് അത്യാവശ്യം മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു 4:30 5 o'clock ആണ് സമയം. നൈറ്റ് ആകുമ്പോഴത്തേക്കും കംപ്ലീറ്റ് ആവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം എൻ്റെ ഷെൽഫിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത്രയും ഡ്രസ്സസ് ഉണ്ട്. അത് ഏകദേശം മടക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒക്കെ പുറത്തോട്ടെടുത്ത് ഞാൻ മടക്കി വെക്കാമെന്ന് വിചാരിച്ചു. ഇത്രയും ഡ്രസ്സ് ഉണ്ട് കേട്ടോ. ഇനി താഴെ കിടക്കുന്ന ആ ബാഗുകളിൽ അവിടെ ഒരു 3 ബാഗിൽ എൻ്റെ ഡ്രസ്സസ് ഉണ്ട്. 4 ബാഗിൽ എൻ്റെ ഫുൾ ഡ്രസ്സസ്സാണ്. ഇത്രയും ഡ്രസ്സ് ഉണ്ടായിട്ട് ഇനി എനിക്ക് ഡ്രസ്സില്ല എന്നുള്ളതാണ് പരാതി. പുറത്ത് എങ്ങോട്ടെങ്കിലും പോകുമ്പോഴും എല്ലാ ഡ്രസ്സ് ഇടുമ്പോഴും ഒരു സാറ്റിസ്ഫിക്കേഷൻ്റെ കുറവുണ്ടാവും. അതെന്താണെന്ന് എനിക്കറിയില്ല. കാരണം പുറത്ത് പോകുമ്പോൾ എനിക്ക് ഡ്രസ്സ് ഇടാനില്ല എന്നാണ് ഞാൻ എപ്പോഴും പറയാറ്. അപ്പോൾ പുറത്ത് നന്നായിട്ട് തകർത്ത് മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ഏകദേശം നമ്മുടെ ഷെൽഫിൽ നിന്ന് എടുത്തിട്ടുള്ള തുണികളൊക്കെ എടുത്ത് മടക്കി അതേപോലെ നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി ക്ലീൻ ചെയ്യാം. അതിൻ്റെ അപ്പുറത്തെ ഷെൽഫ് അമ്മയുടെ സാരി വയ്ക്കാനാണ്. ആകെ 2 ഷെൽഫ് മാത്രമേ ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇനി ഹോസ്റ്റലിൽ കൊടുക്കുന്ന ഡ്രസ്സുകളൊക്കെ ഞാൻ എവിടെ വയ്ക്കുന്നുള്ളൊരു കൺഫ്യൂഷനാണ്. ഞാൻ വെറുതെങ്കിലും അപ്പുറത്തെ 3ാമത്തെ ആ ഒരു ഷെൽഫ് തുറന്ന് നോക്കി. പക്ഷെ അതിലൊരു തുള്ളി സ്ഥലം പോലുമില്ല. അമ്മയുടെ സാരിയാണ് ഫുള്ള്. അത് നല്ല സാരികളാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ ഡ്രസ്സ് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും എന്നെ ഓടിക്കും. അപ്പം ഞാൻ എന്തായാലും അത് ഒന്നും ചെയ്യാൻ പോയില്ല. അത് അതേപോലെ അടച്ചു വെച്ചു. പിന്നെ നമ്മുടെ ടേബിളിൽ ഉണ്ടായിരുന്ന ഡ്രസ്സും ഒക്കെ എടുത്ത് വെച്ചു. പിന്നെ ഇതൊക്കെ ഇനിയിപ്പോൾ വേണ്ടാത്ത ബുക്സാണ്. എൻ്റെ എഞ്ചിനീയറിങ് ബുക്സാണ്. ഒക്കെ തൂക്കി വിൽക്കാനുള്ളതാണ്. കുറേ ഞാൻ ആ ഹോസ്റ്റലിൻ്റെ അടുത്ത് തന്നെ തൂക്കി വിട്ടിട്ടുണ്ടായിരുന്നു. ബാക്കി കുറച്ച് വേണ്ട ടെസ്റ്റ് ഞാൻ കൊണ്ടുവന്നു. പക്ഷേ അതെന്തായാലും ഇനിയിപ്പോൾ റാക്കിൻ്റെ മേലെ കയറ്റി വെക്കാമെന്ന് വിചാരിച്ചു. ഇതെൻ്റെ ലാപ്ടോപ്പ് ബാഗാണ് കേട്ടോ. ഈ ബാഗിൻ്റെ ഉള്ളിൽ ലാപ്ടോപ്പ് അല്ല, ബാക്കി എന്തൊക്കെ എൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫയൽസും അതേപോലെ തന്നെ ജേർണലിങ് ചെയ്യുന്ന ഐറ്റംസ് സ്റ്റിക്കേഴ്സൊക്കെയാണ്. ലാപ്ടോപ്പ് ഞാൻ കയ്യിൽ പിടിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ലാപ്ടോപ്പ് ബാഗിൽ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ലാപ്ടോപ്പ് ഞാൻ കാറിൽ എൻ്റെ കയ്യിൽ പിടിച്ചിട്ടാണ് ഞാൻ ലാപ്ടോപ്പ് വന്നിരുന്നത്. പിന്നെ ഇതൊക്കെ അത്യാവശ്യം വേണ്ട ടെസ്റ്റാണ്. പിന്നെ റിംഗ് ലൈറ്റും ട്രൈപ്പോഡൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇതുവരെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്ന ട്രൈപ്പോഡ് ഇല്ലാതെയായിരുന്നു. കാരണം ഇതിൻ്റെ ഉള്ളിൽ എവിടെയാണ് ഞാൻ ട്രൈപ്പോഡും റിംഗ് ലൈറ്റൊക്കെ വെച്ചതെന്ന് എനിക്കൊരു ഓർമ്മ ഉണ്ടായിരുന്നില്ല. പിന്നെ തിരഞ്ഞ് കണ്ടുപിടിക്കുക എന്നുള്ളത് ഭയങ്കര ടാസ്ക്കായിരുന്നു. പിന്നെ ഓരോന്നിങ്ങനെ ഒതുക്കി വെച്ചപ്പോഴാണ് ട്രൈപ്പോഡ് അവിടെ നിന്ന് റിംഗ് ലൈറ്റ് അവിടെ നിന്നൊക്കെ കിട്ടിയത്. പിന്നെ ട്രൈപ്പോഡിൻ്റെ അറ്റം ഞാൻ പേപ്പർ വെച്ചിട്ട് ഒന്ന് കെട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കെട്ടിയിട്ടൊക്കെയാണ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതെൻ്റെ ജേർണലിങ് ചെയ്യാൻ വേണ്ടി ജങ്ക് ജേർണലിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ബോക്സിൽ കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ്. അതും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ സ്കിൻ കെയർ ഹെയർ കെയർ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. ദെൻ ഇതാണ് എൻ്റെ ലാപ്ടോപ്പിൻ്റെ ബാഗ്. ഇതെനിക്ക് ലാപ്ടോപ്പ് മേടിച്ചപ്പോൾ കിട്ടിയതാണ് കേട്ടോ. എനിക്കിഷ്ടപ്പെട്ട ബാഗാണ് സത്യം പറഞ്ഞാൽ. ഭയങ്കര സ്പേഷ്യസ് ആണ്. ലാപ്ടോപ്പ് ഭയങ്കരമായിട്ട് സേഫായിട്ട് അതിൻ്റെ ഉള്ളിലിരിക്കും. അതേപോലെ തന്നെ ചാർജിങ് പോർട്ടൊക്കെ ഉണ്ട്. ദെൻ ഇതിലെൻ്റെ ഹെയർ കെയറോ സ്കിൻ കെയറോ മേക്കപ്പ് അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങളാണ്. പിന്നെ അടുത്ത ബാഗ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിലും കുറച്ച് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയോ ഞാനിങ്ങനെ പെറുക്കിയിട്ടിട്ടുണ്ടായിരുന്നു. ദെൻ ഞാൻ ആക്ച്വലി ഷെൽഫ് ഓൺലൈനായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ആമസോണിൽ. അതെന്തോ ഒരു കാരണവശാൽ അത് റിട്ടേൺ ആയി പോയിട്ടുണ്ട്. എനിക്ക് ഡെലിവേർഡ് ആയിട്ടില്ല. അപ്പോൾ ഞാൻ തൽക്കാലം ഈ ഒരു കുഞ്ഞ് ടേബിളിൻ്റെ ഉള്ളിൽ തന്നെയാണ് എല്ലാ കാര്യങ്ങളും വെക്കുന്നത്. ഇത് കാണാൻ അത്യാവശ്യം കാണാനൊരു ഭംഗിയില്ലെങ്കിലും നല്ല സ്പേഷ്യസ് ആട്ടോ. ഒട്ടുമിക്ക ബുക്സും സാധനങ്ങളും എൻ്റെ സ്റ്റഡി ഐറ്റംസ് സ്റ്റേഷനറി ഐറ്റംസ് ഒക്കെ ഇതിൽ കൊള്ളും. അപ്പോൾ പിന്നെ ഇത്രയും എന്നേക്കാൾ പഴക്കമുണ്ട് ആ ഒരു ടേബിളിന്. പക്ഷെ ഭയങ്കര ഒരു കേടുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് തന്നെ എടുത്ത് വെക്കാം. പിന്നെ ഇപ്പോൾ ഓഫ്ലൈനായിട്ട് ഇന്ന് ടേബിൾ മേടിക്കുമ്പോൾ ഒക്കെ മാറ്റാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നമുക്ക് ഫെയർവെല്ലിന് കിട്ടിയ കുറച്ച് ഫോട്ടോസൊക്കെ ഉണ്ട്. അതൊക്കെ എടുത്ത് ഞാൻ വാളിൽ ചെറിയൊരു ഫ്രെയിം പോലെ
ഇതാക്കി വെച്ചു. ദെൻ ഇതിലൊക്കെയാണ് എൻ്റെ ചെരുപ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഉള്ളിൽ ഷൂവും അതേപോലെ തന്നെ ഹീൽസും എല്ലാം ഇതിലാണ്. പിന്നെ അടുത്ത ബാഗ് എടുത്തു. ട്രാവലിംഗ് ബാഗ് ഇതിലും കുറേ എന്തൊക്കെയോ ഐറ്റംസാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. എന്തൊക്കെയാണ് വെച്ചതെന്ന് എനിക്കത് അറിയില്ല. ആ ഒരു ടൈമിൽ നമ്മൾ എല്ലാം പെറുക്കിക്കൊണ്ട് വന്നു. ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഒരു പെർഫ്യൂമാണിത്. അടിപൊളി പെർഫ്യൂം ആയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ആരോ ഗിഫ്റ്റ് ചെയ്തതായിരുന്നു ആ ഒരു പെർഫ്യൂം. പിന്നെ ഇതിലൊക്കെയാണ് മെയിനായിട്ട് കുറേ ഐറ്റംസിൽ സ്കിൻ കെയർ, അതുപോലെ തന്നെ ഹെയർ കെയർ, മേക്കപ്പ്സ്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അതിലും എന്തൊക്കെയോ ഉണ്ട്. അതിനോ എന്തൊക്കെ എടുത്ത് വെച്ചെന്ന് എനിക്കറിയില്ല. പിന്നെ ഇപ്പോൾ കാഷ്വലായിട്ട് പുറത്ത് പോകുമ്പോൾ യൂസ് ചെയ്യുന്ന ഈ ഒരു പെർഫ്യൂമാണ്. അടിപൊളിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ സ്മെല്ല് കാര്യങ്ങൾ. പിന്നെ ഇതൊക്കെ വേണ്ടാത്ത ഡ്രസ്സാണ്. അപ്പം ഞാൻ അതൊക്കെ കയറ്റി മേലോട്ട് വയ്ക്കണം. പിന്നെ പോയി ഈ ഒരു 4 ഷെൽഫും കൂടി നമുക്ക് ക്ലീൻ ചെയ്യാനുണ്ട്. ഇതിൽ താഴത്തത്തെ ഞാൻ ഡ്രസ്സൊക്കെ ഒതുക്കി വെച്ചിട്ടുണ്ട്. അതിൽ വീട്ടിലിടുന്ന കുറച്ച് ഡ്രസ്സസ്, പിന്നെ അമ്മയ്ക്ക് പുറത്ത് പോകുമ്പോൾ കാഷ്വലായിട്ട് ഉടുക്കാനുള്ള കുറച്ച് സാരി, ഒരു 5-6 സാരി മാത്രം ഞാൻ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി മേലത്തെ ആ ഒരു 2 ക്ലീൻ ചെയ്യാനുണ്ട്. പിന്നെ എല്ലാം ക്ലീൻ ചെയ്ത് വന്നപ്പോൾ ഈ ഒരു 4 ബാഗ് എവിടെ വയ്ക്കുന്നുള്ള ഭയങ്കര കൺഫ്യൂഷനാണ് കേട്ടോ. കാരണം ഇത് വയ്ക്കാൻ സ്ഥലം ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ അതേപോലെ തന്നെ മേലെ റാക്കിൻ്റെ മേലെ കയറ്റി വെച്ചു. അവിടെ ഒരു സൈഡിൽ 4 പില്ലോ എന്തോ വന്നിട്ടുണ്ട്. അപ്പം പഴയ പില്ലോസാണ്. അതിൻ്റെ അടുത്ത് തന്നെ നമ്മൾ ഈ ഒരു ബാഗും അതേപോലെ തന്നെ നമ്മുടെ ചെരുപ്പും പഴയ ബുക്സും സേഫായിട്ട് എടുത്ത് വെച്ചു. അപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഓൾമോസ്റ്റ് അങ്ങനെ എല്ലാം ക്ലീനിങ് കഴിഞ്ഞു. പിന്നെ നമ്മൾ റൂമിന് വിൻഡോയ്ക്കും ഡോറിനും ലൈക്ക് വൈറ്റ് പെയിൻ്റാണ് ആദ്യം കൊടുത്തിട്ടുണ്ടായിരുന്നത് നമ്മൾ പെയിൻ്റ് അടിച്ച സമയത്ത്. പക്ഷേ അതൊട്ടും മാച്ച് ചെയ്യുന്നില്ല. അപ്പോൾ ഈ ഒരു ഡാർക്ക് ബ്രൗൺ കളർ തന്നെയാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ബ്ലൂ കർട്ടൻ ആയതുകൊണ്ട് നമ്മൾ ബ്ലൂ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. അതേ കളർ തന്നെ ആ ഒരു ഡാർക്ക് ബ്രൗൺ തന്നെയാണ് നമ്മൾ കട്ടിലിനും കൊടുത്തിട്ടുണ്ടായിരുന്നത്. കട്ടിലും വൈറ്റ് കട്ടിൽ പെയിൻ്റ് ആദ്യം ഞാൻ അടിച്ചിട്ടുണ്ടായിരുന്നു. അത് പിന്നെ മാറ്റിയിട്ടോ. അങ്ങനെ വൈറ്റ് എന്തോ ഈ ഒരു റൂമിന് വരുമ്പോൾ അത്ര ഭംഗിയില്ലാത്തതുകൊണ്ട് എല്ലാം നമ്മൾ ആ ഒരു ഡാർക്ക് ബ്രൗൺ ആണ് കൊടുത്തത്. അപ്പോൾ ഇതാണ് ലാസ്റ്റ് ക്ലീനിങ് വീഡിയോ. ഇനി മേക്ക് ഓവർ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വേണമെങ്കിൽ അപ്ലോഡ് ചെയ്യാം. കുറേ ഐറ്റംസ് ഞാൻ ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വന്നിട്ട് എന്തായാലും ചെയ്യണം. നിങ്ങൾക്ക് അതുപോലെ സ്റ്റഡി ടേബിളും ഞാൻ മേക്ക് ഓവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.